അമ്മ നൽകിയിരിക്കുന്ന ഈ മൊഴി അമ്മ ആവർത്തിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് നാട്ടുകാർ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു പ്രശ്നം ഈ നിലവിൽ ആ കുടുംബത്തിലില്ല എന്ന് പറയുന്നു. ഈ കുട്ടികളുമായി ഈ രീതിയിൽ തിരുവാങ്കുളത്ത് നിന്നും ഈ മൂഴിക്കുളത്തേക്ക് ഏതാണ്ട് വിഷ്ണു പറഞ്ഞ 10-36 കിലോമീറ്റർ അകലെയുള്ള സ്വന്തം സ്ഥലത്തേക്ക് പോകാറുണ്ട്, വീട്ടിലേക്ക് പോകാറുണ്ട് പലപ്പോഴായി. അതിലൊന്നും ഒരു അസ്വാഭാവികതയും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു രാത്രി 7 മണിക്ക് ശേഷം എന്നുള്ളതിലാണ് ഒരു ദുരൂഹതയുള്ളത്. അതിൽ അമ്മ പറയുന്നു കുട്ടിയെ പുഴയിൽ ഉപേക്ഷിച്ചു. അങ്ങനെ ഉപേക്ഷിക്കാനിടയുള്ള സാഹചര്യം എന്താണ്, എന്തിനുപേക്ഷിച്ചു, അതിലൊന്നും ഉത്തരവും നൽകുന്നില്ല. അവിടെയാണ് ഇത് ദുരൂഹമായി തുടരുന്നത്. എന്തായാലും പോലീസിന്റെ തെരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കുട്ടിയെ അംഗൻവാടിയിൽ നിന്ന് കൂട്ടിയ ശേഷം പിന്നീട് നേരെ മൂഴിക്കുളത്തേക്കാണ് ഇവർ യാത്ര ചെയ്തത്. അതൊരു പ്രൈവറ്റ് ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് മനസ്സിലാക്കുന്നു. അതിന് മുൻപേ ആലുവയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബസ് കയറി മൂഴിക്കുളത്തേക്ക് യാത്രയാവുന്നു. മൂഴിക്കുളത്തേക്കുള്ള യാത്രയിൽ ഈ ബസ്സിൽ, പ്രൈവറ്റ് ബസ്സിൽ അമ്മയോടൊപ്പം കുഞ്ഞ് കല്യാണി ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കുന്നുണ്ട്. കാരണം മൂഴിക്കുളത്ത് ബസ് ഇറങ്ങുമ്പോൾ ആ പ്രൈവറ്റ് ബസ്സിൽ നിന്നും ഇറങ്ങുന്ന രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ ആ സമയത്ത് കല്യാണി അമ്മയോടൊക്കത്തിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ ആ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നും ഏതാണ്ട് 200 മീറ്റർ മാത്രം അകലെയുള്ള ഈ പാലത്തിനടുത്തേക്ക് അവർ വന്നിട്ടുണ്ട് എന്ന് പോലീസ് ഇതിനോടകം വ്യക്തമാക്കുന്നുണ്ട്, സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം അവിടെയാണ് ഈ അമ്മയുടെ മൊഴി പോലീസ് മുഖവിലേക്ക് എടുക്കുന്നത്. ഇപ്പോൾ മറ്റൊരു പ്രതികരണം മുമ്പിൽ വെച്ച് ആണ് അവർ ഓട്ടോ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഓട്ടോക്കാരൻ്റെ മൊഴി അനുസരിച്ച് കൊച്ചു കൂടെയില്ല. അപ്പോൾ പോലീസിൽ അവർ പറഞ്ഞത് 7 മണി ടൈമും ബസ് കണ്ടക്ടർ പറഞ്ഞതും ഓട്ടോ ഡ്രൈവർ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോൾ 7 മണിയോടുകൂടി തന്നെ ഒരു 7:05 ശേഷം അവർ കുട്ടിയുടെ ഡംപ് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും. കുട്ടിയുടെ ഈ അമ്മയുടെ ബന്ധു കൂടിയാണ് നിൽക്കുന്നത്. ഈ എങ്ങനെയാണ് ഈ ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് അവർ കുടുംബത്തിലുള്ളവരോടും നാട്ടുകാരോടും ഒക്കെ ഉള്ള അവരുടെ ഒരു പെരുമാറ്റവും ഒക്കെ എങ്ങനെയായിരുന്നു? അത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ കുറേ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളുകളായിട്ട് അവൾ മാനസിക സംഘർഷത്തിലാണ്. ഈ ഭർത്താവുമായിട്ടുള്ള പ്രശ്നമാണോ? അതാണ് പറയുന്നത് അവൾ. ഇപ്പോൾ ഇവിടെ ചോദിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ്, അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഭർത്താവ് വന്ന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുട്ടീനെ കൊന്ന് ഇനി എന്നെയും കൊല്ലാൻ വേണ്ടി നടക്കാമെന്ന് ചോദിച്ചിവിടെ ഇപ്പോൾ വർത്താനം പറയലുണ്ടായി. കഴിഞ്ഞ അവർ ആര് ഭർത്താവോ ഉണ്ടായിരുന്നു നേരത്തെ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല. കഴിഞ്ഞ ഒരാഴ്ച വീട്ടിൽ വന്ന് താമസിച്ചു. അവിടെ പ്രശ്നമുണ്ടായിട്ട് ഒരാഴ്ച കാലം ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ ഇതേപോലെ ചില പ്രശ്നങ്ങളുള്ളതായിട്ടാണ് അവർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കുടുംബക്കാരും ശ്രമിച്ചിട്ടൊന്നുമില്ല? പലതരത്തിലും പറഞ്ഞാലും മദ്യപാനിയാണ് എന്നുള്ളതാ പ്രശ്നം. ഭർത്താവ് മദ്യം കഴിക്കുന്നു, അങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നതാണ് അവൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം പരിഹരിച്ചിട്ടില്ല. മാനസികമായ പ്രശ്നമൊന്നുമില്ല. ഇത്തരത്തിലെ കുഴപ്പങ്ങളുടെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട് അവർക്ക്. അല്ലാതെ ആശുപത്രിയിൽ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇതുവരെ ആരും ശ്രദ്ധയിലില്ല. വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. അവരോട് സംസാരിച്ചിരുന്നു ഈ സംഭവം? നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എനിക്ക് അവിടെ ജീവിക്കാൻ നിവൃത്തിയില്ല, അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ചെയ്തതെന്ന് ഇപ്പം എന്നോട് അവിടെ വെച്ച് പറഞ്ഞു. കുറച്ച് നേരത്തെ ഒരു മണിക്കൂർ മുമ്പ്. ജീവിക്കാൻ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്, അതുകൊണ്ട് മരണത്തിലേക്ക് പോവാണ്, കുട്ടിയെ കൊന്ന് ഇനി അവർ മരിക്കും എന്നുള്ളതൊക്കെയാണ് പറഞ്ഞത്. നേരിട്ട് താങ്കളോട് പറഞ്ഞു? എന്നോട് നേരിട്ട് പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ GP വെച്ച് പോലീസ് പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചതാ. എന്താ കാര്യം ചോദിക്കാൻ പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ കാര്യം അത്. താങ്കളുടെ പേര്? എൻ്റെ ഒരു പ്രകാശൻ. ഈ സ്ത്രീയുമായുള്ള ബന്ധം എന്താണ്? എൻ്റെ ഒരു പെങ്ങളുടെ മകളാണ് ഈ കുട്ടിയുടെ അമ്മ. ഈ അമ്മ കുട്ടീനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഈ കുട്ടി മിസ്സായതിനെ കുറിച്ച് എന്തെങ്കിലും? അത് ആദ്യം ഒന്നും പറഞ്ഞില്ലായിരുന്നു. പിന്നീട് ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇവിടെ 7 മണിക്ക് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നു വന്ന് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞു എന്നാണ് അവൾ പറഞ്ഞത്. പുഴയിലേക്ക് എറിഞ്ഞു എന്ന് തന്നെ പറഞ്ഞു? എറിഞ്ഞു എന്ന് തന്നെ പറഞ്ഞു. ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ഇട്ടു എന്നാണ് പറഞ്ഞത്. അതിനുശേഷം തിരിച്ചു വന്നിട്ട് കുറുമശ്ശേരിയിൽ വന്ന് കുറുമശ്ശേരിയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ, സരസൻ്റെ ഓട്ടോറിക്ഷയിൽ വന്ന് വീടിനടുത്ത് ഇറങ്ങിയത് അവൾ സമ്മതിച്ചിട്ടുണ്ട്. ആ ഓട്ടോറിക്ഷക്കാരന് സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. വീട്ടിലുള്ളവരോട് ചോദിച്ചു കുട്ടി എവിടെയെന്ന് വെച്ചപ്പോൾ പറഞ്ഞ് കുട്ടീനെ ആലുവയിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം ചോദ്യം ചെയ്തപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ മൂഴിക്കുളത്ത് പുഴയിൽ കൊണ്ടുവന്ന് പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞത് ഈ ഒരു കുടുംബ പ്രശ്നം തന്നെയാണ് ഇതിന്റെ കാരണം ആണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിലവിൽ കുടുംബ പ്രശ്നങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാൻ ആ സ്ത്രീയെ പ്രേരിപ്പിച്ചത് എന്നാണ് അടുത്ത ബന്ധുവായിട്ടുള്ള ആൾ പറഞ്ഞത്. ഇദ്ദേഹം പറയുന്നത് പ്രകാരമാണ് എങ്കിൽ ഈ ഒരു സ്ത്രീയുമായിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. പോലീസ് ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ആ സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഭർത്താവുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളാണ് ഇത്തരത്തിലേക്കുള്ള ഒരു കാര്യത്തിലേക്ക് ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിച്ചത് എന്നാണ് ബന്ധുവിനോട് ആ സ്ത്രീ പറഞ്ഞു എന്ന് ബന്ധു നമ്മളോട് ഇപ്പോൾ പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിലുള്ള
മൊഴികളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന ഒരു നിഗമനത്തിലേക്കാണ് പലതരത്തിലേക്കും നമ്മൾ എത്തുവാൻ പ്രേരിതരാകുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ആ കുട്ടിയെ ജീവനോട് കൂടി തന്നെ നമുക്ക് വീണ്ടും കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രജിൻ. യെസ്, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയം മുൻപാണ് സ്ത്രീയുടെ ബന്ധു അമലിനോട് സംസാരിച്ചത്. അപ്പോൾ നേരത്തെ നമ്മൾ സംശയിച്ച കാര്യങ്ങൾ അവരും പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ സ്ത്രീ തന്നെ, ഈ കല്യാണിയുടെ അമ്മ തന്നെ ഇദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ്. പോലീസുമായി നേരത്തെ ഇവിടെ തെരച്ചിലിനായി ആ സ്ത്രീ എത്തിച്ചിരുന്നു, കല്യാണിയുടെ അമ്മയെ എത്തിച്ചിരുന്നു. ആ സമയത്ത് പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ അവരോട് സംസാരിച്ചു. അപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. കുടുംബ പ്രശ്നങ്ങളുണ്ട്, ഭർത്താവുമായി നിലവിൽ പ്രശ്നങ്ങളുണ്ട്, ഇനി ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ജീവിക്കാൻ ഇനി താല്പര്യമില്ല എന്നൊക്കെ അവർ പറഞ്ഞതായി ഈ ബന്ധു നമ്മളോട് പറയുന്നുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ മൂഴിക്കുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അവിടെ പാലത്തിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അവർ ചില നിർദ്ദേശങ്ങൾ നൽകിയതനുസരിച്ചാണ് ഇപ്പോൾ പുഴയിലെ തെരച്ചിൽ മുന്നോട്ട് പോകുന്നത്. അവിടെ 3 വള്ളങ്ങൾ ഇതിനോടകം ഇറക്കിയിട്ടുണ്ട്. അവിടെ മുങ്ങൽ വിദഗ്ധരുണ്ട്, ഒപ്പം തന്നെ സ്കൂബ ഡൈവിംഗ് ടീം അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ തെരച്ചിൽ ഇപ്പോൾ നടക്കുകയാണ്. നല്ല മഴയുള്ള സമയത്തും ആ രീതിയിൽ പരമാവധി സാധ്യമായ രീതിയിലെല്ലാം തന്നെ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മുടെ പ്രതിനിധികൾ അവിടെ തത്സമയം ചേരുകയാണ്. വിഷ്ണു സുരേഷും അമൽ സുരേന്ദ്രനും നിതിൻ ഭുജനും ഒക്കെ അവിടെ തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഇനി വിഷ്ണു സുരേഷിലെ വിഷ്ണു, ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ സ്ത്രീയുടെ ബന്ധുവിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടത്. അവർ പറയുന്നത്, പ്രകാശ് എന്ന് പറയുന്ന അദ്ദേഹം പറഞ്ഞത് ഈ കല്യാണിയുടെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മളുമായി ഷെയർ ചെയ്യുകയായിരുന്നു. അതനുസരിച്ചാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് മൂഴിക്കുളത്ത് കുട്ടിയുമായി എത്തുന്നു, വീട്ടിലേക്ക് എന്ന രീതിയിലാണ് വന്നത്. പക്ഷേ ആ സമയത്ത് കുട്ടിയെ ഉപേക്ഷിക്കുന്നു, കുട്ടിയെ പുഴയിലേക്ക് എറിയുന്നു എന്നാണ് പറഞ്ഞത്. 7 മണിയോടുകൂടി അവിടെ ബസ് ഇറങ്ങി, അതിനുശേഷം കുട്ടിയുമായി പാലത്തിനടുത്തേക്ക് എത്തി, കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞ് തിരികെ വീണ്ടും മൂഴിക്കുളത്തേക്ക് എത്തുന്നു. അവിടെ നിന്നും ഓട്ടോയിൽ, നേരത്തെ നമ്മൾ കണ്ടത് സരസൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവറാണ്, അയാളുടെ പ്രതികരണം നമ്മൾ കണ്ടതുമാണ്. അതേ കാര്യം ഈ പ്രകാശും ആവർത്തിക്കുകയാണ്. ആ സമയത്ത് കുട്ടി കൂടെ ഉണ്ടായിരുന്നില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഈ സ്ത്രീ മാത്രമാണ്. നേരെ കുറുമാശ്ശേരിയിലെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഓട്ടോ ചാർജ് നൽകിയ ശേഷം വീട്ടിലേക്ക് കയറി വരുന്നു. ആ സമയത്താണ് കാര്യങ്ങൾ ചോദിച്ചത്. അപ്പോഴൊന്നും മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം പറഞ്ഞു. കുട്ടി കൂടെ ഉണ്ടായിരുന്നോ, കുട്ടി എന്തു ചെയ്തു എന്നൊന്നും ആ സമയത്ത് പറഞ്ഞില്ല. പിന്നീട് ഇത് വാർത്തയാവുന്നു. അതേ തുടർന്ന് പോലീസ് എത്തുന്നു. ആ പോലീസ് എത്തിയ സമയത്താണ് ഇവരെയും കൊണ്ട് മൂഴിക്കുളം പാലത്തിലേക്ക് എത്തിയത്. ആ സമയത്ത് പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് അയാളുമായി സംസാരിച്ചു എന്നാണ് ഈ പ്രകാശ് നമ്മോട് പറഞ്ഞത്. ആ സമയത്താണ് കുട്ടിയുടെ അമ്മ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുക. കുടുംബ പ്രശ്നങ്ങൾ കൊണ്ട് കുഞ്ഞിനെ കൊല്ലുകയാണ് എന്ന രീതിയിലുള്ള പ്രതികരണം അമ്മ നടത്തിയതായാണ് അമ്മയുടെ ബന്ധുവായ ഈ പ്രകാശ് ഇപ്പോൾ 24 പറഞ്ഞത്.